ഈജിപ്തിനെ പലപ്പോഴും പരീക്ഷിച്ചുകൊണ്ടാണ് അർജന്റീന മത്സരത്തിലേക്ക് കടന്നു വന്നിരുന്നത്. പലപ്പോഴും ഈജിപ്തിന്റെ പ്രതിരോധത്തെ വെച്ചുകൊണ്ട് തന്നെ അർജന്റീന പല മുന്നേറ്റങ്ങളും നടത്തിയെങ്കിലും അതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ഈജിപ്ത് അവിടെ നിന്നിരുന്നെങ്കിലും അവസാന മിനിറ്റുകളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അർജന്റീനയുടെ ഭാഗത്തേക്ക് കളി തിരിയുന്നു. അവർ ഗോൾ അടിക്കുന്നു. ക്രിസ്ത്യൻ റൊമേറോയിലൂടെ, ലയണൽ മെസ്സിയിലൂടെ, എൻസോ ഫെർണാണ്ടസിലൂടെ അങ്ങനെ ഗോളുകൾ അടിച്ചുകൊണ്ട് അർജന്റീന വലിയ ആവേശത്തിലേക്ക് അർജന്റീന ആരാധകരെ തിരിച്ചെത്തിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ മത്സരം എന്ന് പറയുന്നത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം, ലയണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളിന്റെ ഇതിഹാസം ലയണൽ മെസ്സി എന്നുള്ള വലിയൊരു ഇതിഹാസത്തിന് ഒരിക്കൽ കൂടി കിരീടം കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് വീരോചിതമായ യാത്രയപ്പ് നൽകണമെന്നുള്ളത് തന്നെയാണ് അർജന്റീന ആരാധകരുടെ ആഗ്രഹം. അത് അർജന്റീന ടീം അംഗങ്ങളുടെ ആഗ്രഹം. ലയണൽ സ്കലോണി പരിശീലിപ്പിക്കുന്ന അർജന്റീന സംഘത്തിന് ലയണൽ മെസ്സിക്ക് വീണ്ടും ഒരു കിരീടം നൽകിക്കൊണ്ട് വലിയൊരു വീരോചിതമായ യാത്രയപ്പ് നൽകണമെങ്കിൽ ഈ ഒരു അമേരിക്കയിലെ കിരീടം കൂടി തീരൂ എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇന്നത്തെ മത്സരത്തിലെ പോരാട്ട വീര്യം കൊണ്ട് മനസ്സിലാകുന്നത്. ഇതിഹാസ താരങ്ങളെല്ലാം മടങ്ങുമ്പോൾ, ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ ദിവസം മടങ്ങുമ്പോൾ, നെയ്മർ മടങ്ങുമ്പോൾ, ലൂക്ക മോഡ്രിച്ച് മടങ്ങുമ്പോൾ, ഇതിഹാസ താരമായി ലയണൽ മെസ്സി ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുകയാണ്. ലയണൽ മെസ്സിയും സംഘവും അർജന്റീനയുടെ കിരീടത്തിലേക്ക് നയിക്കാനുള്ള ഒരു യാത്രയിലാണ് എന്നുള്ള കാര്യം കൂടിയുണ്ട്. എന്തായാലും മത്സരത്തിലേക്ക് വരുമ്പോൾ ഈജിപ്തിനെ വലിയ രീതിയിൽ അവരുടെ വെല്ലുവിളികളെല്ലാം മറികടന്നുകൊണ്ട് 3-2 എന്നുള്ള സ്കോറിലേക്ക് വലിയ ആവേശം കണ്ട പോരാട്ടമാണ്. ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച പോരാട്ടങ്ങളിലൊന്ന് എന്ന് വിശേഷിപ്പിക്കാവുന്ന പോരാട്ടമാണ്. ആ മത്സരത്തിലാണ് ഇന്ന് ഈജിപ്തിനെ തോൽപ്പിച്ചുകൊണ്ട് അർജന്റീന വിജയിക്കുന്നത്. എന്തായാലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശത്തിൻ്റെ വിജയമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ ടൈമിലേക്ക് കടന്നു പോകാതെ ഇഞ്ചുറി ടൈമിലേക്ക് ഒരു ഗോൾ കൂടി നേടിക്കൊണ്ട് വിജയ ഗോൾ അടിച്ചുകൊണ്ട് അത് മെസ്സിയുടെ വിശ്വസ്തരായിട്ടുള്ള എൻസോ ഫെർണാണ്ടസും ക്രിസ്ത്യൻ റൊമേറോയും ഉൾപ്പെടെയുള്ളവർ മത്സരത്തിലേക്ക് ഗോളുമായി വരുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. കാരണം അടുത്ത മത്സരങ്ങൾ ഇനി കടുകട്ടിയുള്ള മത്സരങ്ങളാണ്. ക്വാർട്ടർ മത്സരം, അതുപോലെ തന്നെ സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങൾ. ഇതിലൂടെയൊക്കെ എത്തുമ്പോൾ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത് 21 ഗോളുകളാണ്. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇന്നോളമുള്ള 1930 യുറുഗ്വായിൽ തുടങ്ങിയ ലോകകപ്പിന്റെ ചരിത്രം, അന്ന് മുതൽ ഇന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ 21 ഗോൾ അടിച്ച ഒരേ ഒരു താരമേ ഉള്ളൂ. അത് സാക്ഷാൽ ലയണൽ മെസ്സിയാണ് എന്നുള്ളതാണ്. അദ്ദേഹമാണ് ഈ ഒരു ഗോൾ നേട്ടത്തിന്റെ വലിയ അവകാശിയായിക്കൊണ്ട് റെക്കോർഡ് നേടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ഈ ഒരു ലോകകപ്പിൽ മാത്രം അദ്ദേഹത്തിന്റെ ഗോൾ നേട്ടം 8 ഗോൾ നേട്ടമായിരിക്കുന്നു. അദ്ദേഹത്തിന് തൊട്ട് പിന്നാലെയാണ് ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ, എർലിംഗ് ഹാലൻഡ് ഉൾപ്പെടെയുള്ളവർ, ഹാരി കെയ്ൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് പിന്നാലെയുണ്ട്. എന്തായാലും ഇതിഹാസ താരം എന്തുകൊണ്ട് ഇതിഹാസമാകുന്നു, എന്തുകൊണ്ട് ലയണൽ മെസ്സി പൂർണ്ണനാകുന്നു എന്ന് ചോദിച്ചാൽ അത് ഇന്നത്തെ മത്സരത്തിൽ കൂടി പ്രകടമാണ്. ഒരുപാട് പറയാനുണ്ട്. കാരണം അർജന്റീനയുടെ ആ ഗോളുകൾ തീർന്നില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചുവിട്ട 3 ഗോളുകൾ